ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എവിടെ എല്ലാവർക്കും സുഖമായിരിക്കും അല്ലേ? അൽഹംദുലില്ലാ, എനിക്കും ഇവിടെ സുഖമാണ്. എല്ലാവരും പണിയെല്ലാം കഴിഞ്ഞ് ചോറെല്ലാം തിന്ന് കുളിയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് എല്ലാവരും റെസ്റ്റിലിരിക്കും അല്ലേ? അങ്ങനെ തന്നെയാണ് ഞാൻ കേട്ടോ. അങ്ങനെ 3:30 മണിയായിന്. അപ്പം ഇങ്ങനെ കടന്നപ്പോഴാണ് വിചാരിച്ചത് അപ്പോഴാണ് വിചാരിച്ചത് എന്താണ് കുട്ടികൾക്ക് തിന്നാനാക്കുക, ചായക്ക് ഉണ്ടാക്കുക എന്ന്. ഇത് ഇന്നലെ വൈകുന്നേരം എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ വൈകുന്നേരം ഇപ്പം നമ്മൾ വീഡിയോ ഇടില്ലല്ലോ, പിറ്റേന്ന് രാവിലെ ഇട്ടെ. അപ്പം അങ്ങനെ നിന്നപ്പോഴാണ് തേങ്ങ നോക്കുമ്പോൾ ഒരു ചെറിയൊരു ഒരു മുറിൻ്റെ പകുതി തേങ്ങ ഞാൻ ചണ്ടായിരുന്നു വേണ്ടില്ല വെച്ചിട്ട് അതുകൊണ്ട് ഇലയുടെ അങ്ങനെ തേങ്ങ ഒക്കെ ചിരണ്ടി വെച്ച് പൊടി കുഴച്ചോട്ടോ. വാട്ടും ചെയ്യാം, കുഴക്കും ചെയ്യാം. ഇനിയിപ്പോൾ പൊയ്ങ്ങലരി വെള്ളത്തിലിട്ടിട്ട് നമ്മൾ നെയ്പ്പത്തലിന് ഇറക്കൂലേ, അങ്ങനെയും ചെയ്യാം. എളുപ്പ പണിയാണ്. നമ്മളെ പത്തിരിപ്പൊടിയും കൊണ്ട് അങ്ങോട്ട് ഒന്ന് ചൂടുവെള്ളത്തിൽ കുഴക്കുക, പിന്നെ അതൊന്ന് അമർത്തി കൊടുത്താൽ മതി. അമർത്തിയിട്ട് തേങ്ങ മനസ്സായിട്ട് ഇപ്പം എളുപ്പ പണിയാണ് കേട്ടോ ചായക്ക്. ചില ദിവസങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും. എണ്ണ കൊണ്ടൊക്കെ വല്ലാതെ ആക്കി കൊടുക്കാൻ പേടിയാണ്. അല്ലെങ്കിലൊക്കെ എണ്ണ അങ്ങനെ കുറച്ച് ഇതുണ്ടായിന് കേട്ടോ. ആ വെല്ലം കുറച്ച് ചിരണ്ടിട്ട് കൊടുത്താണ്. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷം? എല്ലാവർക്കും റാഹത്ത് തന്നെ ആയിരിക്കും അല്ലേ? അങ്ങനെ പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ അൽഹംദുലില്ലാ എല്ലാവരും സപ്പോർട്ടും ഉണ്ട് കേട്ടോ. ആരും സപ്പോർട്ടില്ലായ്മയൊന്നുമില്ല. സബ്സ്ക്രൈബർ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ വാച്ചിങ് ടൈമില്ലേ എൻ്റെ ഇതിൽ കാണിക്കുന്നില്ല. യൂട്യൂബ് സ്റ്റുഡിയോ ഉണ്ട്. ഞാൻ 2-3 യൂട്യൂബർമാർക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട് അതിനെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ട്. ക്രോമിലും കാണിക്കുന്നില്ല എൻ്റെ വാച്ചിങ് ടൈം. പിന്നെ അപ്പോൾ ടൈം കറക്റ്റ് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ 28 ദിവസത്തിൻ്റെ കാണിക്കാറുണ്ട്. ബാക്കി 28 ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ കാണിക്കണ്ടേ നോക്കുമ്പോൾ കാണിക്കുന്നൊന്നുമില്ല. അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എങ്ങനെയാണ് വാച്ചിങ് ടൈം എവിടെയാണ് കാണിക്കുക? ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് നോക്കിയത്. അതിൽ 28 ദിവസത്തെ കാണിക്കുള്ളൂ എന്നും പറഞ്ഞപ്പോൾ ക്രോമിൽ നോക്കാൻ പറഞ്ഞു. ക്രോമിൽ പോയി നോക്കുമ്പോൾ കാണുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയെന്നുള്ളത് കറക്റ്റ് അറിയുന്നില്ല കേട്ടോ. പിന്നെ യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ നോക്കി നോക്കുമ്പോൾ കാണുന്നില്ല. എന്താണെന്നറിയില്ല. എന്തായാലും അതിൻ്റെ ടൈമൊന്നും നമുക്ക് ആയിട്ടില്ല. എന്നാലും ഒരു സമാധാനത്തിന് അങ്ങനെ പിന്നെതാ ഇലടൊക്കെ പരത്തി. പക്ഷെ ഞാൻ മഞ്ഞളുടെ ഇല ഇട്ടെടുത്ത മഞ്ഞളുടെ ഇലയിൽ ചുട്ട സൂപ്പർ ടേസ്റ്റ് കേട്ടോ. എന്തോ അതിൻ്റെ ഒരു മണവും ചോയ അടിപൊളി കേട്ടോ. ഞാൻ പോയി നോക്കുമ്പോൾ വലിയമാൻ്റെ അവിടെ പോയി നോക്കുമ്പോൾ മഞ്ഞളുടെ ഇലയിലും കൂടി ചോന്നിനി. ഇപ്പം പറിക്കാനായി തുടങ്ങിയല്ലോ മഞ്ഞൾ. അപ്പം അതാ തോന്നുന്നുണ്ട്, മഞ്ഞളുടെ ഇലയൊക്കെ ചോന്നിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ ഇല്ല ഇല 2-3 കിട്ടി. അതുകൊണ്ട് ബാക്കി വാഴൻ്റെ ഇല എടുത്തതാണ് കേട്ടോ. അത് നല്ല മഞ്ഞളുടെ ഇലയാണ് എനിക്കിഷ്ടം. മഞ്ഞളുടെ ഇല വാഴൻ്റെ ഇലയിനെക്കാൾ ഇഷ്ടം മഞ്ഞളുടെ ഇലയാണ്. അതാണ് സൂപ്പർ. മഞ്ഞളുടെ ഇല പറിക്കാൻ പോയിട്ടോ. അങ്ങനെ തോട്ടത്തിൽ കൂടിയൊക്കെ ഒരു റൗണ്ടൊക്കെ പോയി വന്ന് കുറച്ച് വാഴൻ്റെ ഇല ഇതൊക്കെ കിട്ടി. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തെ പണിയാണിത്. അതൊക്കെ തന്നെയാണ്. ഇപ്പം ഞാൻ വല്ലാതെ വോയിസ് ഓവർ കട്ടാക്കലില്ല കേട്ടോ. വോയിസ് ഓവർ എങ്ങനെയാണോ ഇതിൽ അങ്ങനെയാണ് ഇടാൻ താല്പര്യം. പിന്നെ മെയിനായിട്ട് യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാരും എന്നോട് അത് തന്നെയാണ് പറഞ്ഞത്. വല്ലാതെ വോയിസ് ഓവർ കട്ടാക്കണ്ടല്ലേ, എനിക്ക് എങ്ങനെയാണോ നാച്ചുറലായിട്ട് തന്നെ ഇടുക. അല്ലാതെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വോയിസ് നമ്മൾ കൊടുക്കാക്കാൻ പറ്റൂലല്ലോ. എഡിറ്റിങ്ങും കാര്യങ്ങളും എനിക്ക് എങ്ങനെയാണ് അങ്ങനെ തന്നെ കിട്ടും. എന്താ മഞ്ഞളുടെ ഇല ചുവന്ന കളറായിട്ടുണ്ട്. പറിക്കാനായതുകൊണ്ടാണ്. ഒക്കെ ഉണങ്ങാൻ തുടങ്ങിന്. ഇല്ലതും കൊണ്ട് പറിച്ചിട്ട് വന്നതാണ് ഞാൻ. അങ്ങനെ ഞാൻ പ്രസ്സിൽ അമർത്തിയിട്ട് അപ്പം വിചാരിച്ച് വേണ്ട ഇലയെ തന്നെ അമർത്താനേ ഉള്ളൂ എന്നും വിചാരിച്ച് പരത്താനേ ഉള്ളൂ വെച്ചിട്ട് അതിൽ തന്നെ അങ്ങ് പരത്തി കൊടുത്തട്ടോ. പഞ്ചസാര ഇടാം. പിന്നെ ഇവിടെ കുട്ടികൾക്ക് ഏലത്തിൻ്റെ ഇത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട്, ഫ്ലേവർ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് വല്ലാതെ ഇഷ്ടമല്ല. അതിൻ്റെ ആ തോലത് കടിക്കുന്ന അങ്ങനെയൊന്നും ഇഷ്ടമല്ല. അപ്പം ഞാൻ ഏലം ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഇടാൻ പറ്റുന്നവർക്കാണെങ്കിൽ ഏലം ഇടാം. ചെറിയ ജീരകം ഉണ്ടല്ലോ, അത് പൊടിച്ചിട്ട് അങ്ങനെയും ഇടാം. എങ്ങനെയാണോ നിങ്ങൾക്ക് താല്പര്യം അങ്ങനെ ഇടാം.
പിന്നെ കുട്ടികൾ സ്കൂളിലൊക്കെ വന്ന ആ ഒച്ചപ്പാടൊക്കെയാണ് കേട്ടോ. നമുക്ക് വൈകുന്നേരം ആയാലും ഇതൊരു താണില്ലേ, ചായക്ക് എന്ത് കൊടുക്കൽ, കുട്ടികൾ കയറി വരുമ്പോൾ ചായക്ക് എന്താ കൊടുക്കുക എന്ന്. ചില ദിവസങ്ങളിൽ ചോറോ രാവിലത്തെ നാഷ്ടയോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ചില ദിവസം എന്തെങ്കിലും സ്നാക്സുകൾ ഉണ്ടാവും. ചില സമയത്ത് നമുക്കൊരു മൂടാണല്ലോ. പിന്നെ ഇപ്പം എന്താല്ലേ, പണിയൊക്കെ കഴിഞ്ഞ് കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ ഇരിക്കുക, കിടക്കുക, ഫോൺ നോക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് വീണ്ടും വൈകുന്നേരമായി. ഇതന്നെ പണി. നേരം വെളുത്താൽ വൈകുന്നേരം ആകുമ്പോൾ തന്നെയാണ് പണി. എന്നിട്ട് പെരയിൽ പണി ചിന്തിച്ചാലോ കാര്യപ്പെട്ടൊരു പണിയിട്ട് ഇല്ലേനു. പാത്രം തേക്കുക, അടിച്ചു വാരി തുടക്കുക, തുണിയാണെങ്കിൽ മെഷീന് തിരുമ്പും, അരക്കാനാണെങ്കിൽ മിക്സി അരക്കും, ഗ്യാസാണ്. ഇതൊക്കെ തന്നെയാണ്. ചിന്തിച്ച് നോക്കിയാലും നേരം തന്നെയാണ്. പറയുന്നിടത്തും തെറ്റൊന്നുമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല, സമയമില്ല. അങ്ങനെ ശേഖരത്തിൽ പിന്നെ ഇങ്ങനെ ഇത് പടല്ലേ, നമുക്ക് ശേഖരത്തിൽ ആവിയിൽ വേവിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഓടും ചട്ടിയില്ലേ, നമ്മൾ ഓട് ദോശ ഇടുന്ന ചട്ടിയോ തവയോ എന്താ വെച്ചാൽ അത് വെച്ചിട്ട് ഇങ്ങനെ അപ്പുറം ഇപ്പുറം നമ്മൾ റൊട്ടിയൊക്കെ ചുടൂലേ, റൊട്ടിയും പത്തിരിയൊക്കെ ചുടും പോലെ പിന്നെ അങ്ങനെ മറിച്ചിട്ടിട്ട് വേവിക്കുകയും ചെയ്യാം കേട്ടോ. വാട്ടി ചുടുകയാണെങ്കിലൊക്കെ അതിന് അങ്ങനെ വേവിക്കേണ്ട ആവശ്യമുള്ളൂ. അതാകുമ്പോൾ അങ്ങനെ ഒരു ടേസ്റ്റ് കിട്ടും. വാഴൻ്റെ ഇലയിൽ കിടന്നിട്ട് ഇങ്ങനെ ആ ഒരു പൊരിയുന്നൊരിതുണ്ടാവില്ലേ, ആ ഒരു ടേസ്റ്റ് കിട്ടും. വാഴൻ്റെ ഇല കരിയുന്നൊരു ടേസ്റ്റ് കിട്ടും. ഇങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ കിട്ടും. ലാസ്റ്റ് 2 ഇല ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഇലൻ്റെ മേലെ വെച്ച് കൊടുക്കുക വിചാരിച്ചിട്ടോ. എന്നാൽ പിന്നെ ഒട്ടിപ്പിടിക്കൂലല്ലോ. അത്രയേ ആക്കിയിട്ടുള്ളൂ കേട്ടോ. ആളും ഒരു 2 ആക്കാൻ ആക്കിയിട്ടേ ഉള്ളൂ. ആക്കിയാൽ തീരായും ചിലവാകാതൊന്നുമില്ല. ഞാൻ വിചാരിച്ച് മതി, അത്ര മതിയെന്ന് വിചാരിച്ച്. തേങ്ങ കുറവേനല്ലോ. അങ്ങനെ പിന്നെ കുട്ടികൾ വന്ന് സ്കൂളിലൊക്കെ വന്ന് എടുക്കുകയാണ് കേട്ടോ. ഇല നോക്കി, മഞ്ഞളുടെ ഇല നോക്കാം. അതാണ് ഇതിൻ്റെ ഒരു സ്മെല്ല്. എന്താ അറിയുക, മഞ്ഞളുടെ ഇല ആവിയിൽ ആ മൂടി ഇങ്ങോട്ട് തുറക്കുമ്പോൾ അടിപൊളി സ്മെല്ലാണ്. അസ്സലാമു അലൈക്കും.